നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ താരം മോഹൻലാൽ അഭിനയിച്ച് നമ്മളിവിടെ സൂപ്പർ ഹിറ്റാക്കിയ പല സിനിമകളും മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത് പൊട്ടിച്ച് പ്രൊഡ്യൂസർമാരെ കുത്തുപാളെടുപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മോഹൻലാൽ അഭിനയിച്ച് മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത് അവിടെ പരാജയപ്പെട്ട സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. പല സിനിമകളും നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാൻ പറ്റും. അതിന് മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 1994 പ്രിയദർശന്റെ സംവിധാനത്തിൽ മിന്നാരം റിലീസാവുന്നത്. മോഹൻലാൽ, ശോഭന, ജഗദീഷ് ശ്രീകുമാർ, ലാലു അലക്സ്, തിലകൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി വലിയ വിജയം നേടുകയും ചെയ്തു. മറ്റൊരു കാര്യം, 1972 പുറത്തിറങ്ങി പ്രേം നസീറും ശാരദയും പ്രധാന വേഷത്തിലെത്തിയ ബ്രഹ്മചാരി എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്താണ് പ്രിയദർശൻ ഈ സിനിമ എടുത്തത്. എന്നാൽ മിന്നാരം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത് 2001 സുന്ദർ സി ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തിരുന്നത്. അഴകാന നാൾക്കൾ എന്നായിരുന്നു സിനിമയുടെ പേര്. ഇവിടെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ കാർത്തിക്കും ശോഭന അവതരിപ്പിച്ച കഥാപാത്രത്തെ നമ്മുടെ രംഭയുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ മലയാളത്തിൽ ഉണ്ടാക്കിയതുപോലുള്ള വലിയ വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. മലയാളത്തിലെ പല കോമഡി രംഗങ്ങളും ഇവിടെ വർക്കാകാതെ വന്നതും പരാജയത്തിന് വലിയൊരു കാരണമായി. എന്നാൽ മിന്നാരത്തിന്റെ സംവിധായകനായ പ്രിയദർശൻ ഈ സിനിമ 2021 ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയായിരുന്നു. ഹംഗാമ 2 എന്നായിരുന്നു സിനിമയുടെ പേര്. ശില്പ ഷെട്ടി, പരേഷ് റാവൽ, മീസാൻ ജഫ്രി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ശില്പ ഷെട്ടിയുടെ ബോളിവുഡിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ഇത്. എന്നാൽ വമ്പൻ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിലം തൊടാതെ പരാജയപ്പെടുകയായിരുന്നു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇറക്കാൻ നോക്കിയതായിരുന്നു, പക്ഷേ ശ്രമം പാളിപ്പോയി. മോഹൻലാലിന്റെ സിനിമാ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു 2000 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നരസിംഹം. തിലകൻ, NF വർഗീസ്, ഐശ്വര്യ, മമ്മൂട്ടി, ജഗദീഷ് ശ്രീകുമാർ, കനക തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് 1 കോടി 10 ലക്ഷത്തിന് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയിരുന്നു. എന്നാൽ രവിരാജ പിനിഷെട്ടിയുടെ സംവിധാനത്തിൽ 2001 ചിത്രം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തിരുന്നത്. അധിപതി എന്നായിരുന്നു സിനിമയുടെ പേര്. മോഹൻ ബാബു, നാഗാർജുന, പ്രീതി ജംഗാനി, സൗന്ദര്യ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരുന്ന ഇന്ദുചൂടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മോഹൻ ബാബുവും മമ്മൂട്ടി അവതരിപ്പിച്ച അഡ്വക്കേറ്റ് മാരാർ കഥാപാത്രമായി എത്തിയത് നാഗാർജുനയുമായിരുന്നു. ഐശ്വര്യയുടെ വേഷം സൗന്ദര്യയും തെലുങ്കിൽ ചെയ്തു. എന്നിട്ടും യാതൊരു രക്ഷയുമില്ലായിരുന്നു. മലയാളത്തിൽ നേടിയതുപോലെയുള്ള വമ്പൻ വിജയം നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറുകയായിരുന്നു. പിന്നീട് ട്രോളന്മാരുടെ സ്ഥിരം വേട്ടമൃഗമായി മാറുകയും ചെയ്തു ഈ സിനിമ. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഉദയനാണ് താരം. മോഹൻലാലും ശ്രീനിവാസനും മീനയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ജഗദീഷ് ശ്രീകുമാർ, സലീം കുമാർ, മുകേഷ് തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെയും കൈകാര്യം ചെയ്തു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല ഓപ്പണിംഗ് കളക്ഷൻ ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മികച്ച സംവിധായകനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെ 2 അവാർഡുകളാണ് ഈ സിനിമ നേടിയത്. അന്നത്തെ കാലത്ത് 2 കോടി 35 ലക്ഷത്തിന് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 7 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു. 2008 ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നത്. വിജയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. വെള്ളിത്തിര എന്നായിരുന്നു സിനിമയുടെ പേര്. പൃഥ്വിരാജ്, പ്രകാശ് രാജ്, ഗോപിക തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ തമിഴിൽ പൃഥ്വിരാജും, ശ്രീനിവാസൻ അവതരിപ്പിച്ച സരോജ് കുമാർ എന്ന കഥാപാത്രത്തെ പ്രകാശ് രാജുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. മീനയുടെ നായിക കഥാപാത്രം തമിഴിൽ നമ്മുടെ ഗോപികയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു. മാത്രമല്ല 2009 നീരജ് വോറ ഈ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. ഷോർട്ട് കട്ട് എന്നായിരുന്നു സിനിമയുടെ പേര്. അക്ഷയ് ഖന്നയും അർഷാദ് വാസിയും അമൃത റാവുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1988 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വെള്ളാനകളുടെ നാട്. മോഹൻലാലിനോടൊപ്പം ശോഭനയും MG സോമനും തിക്കൃഷിയും കുതിരവട്ടം പപ്പുവും ശ്രീനിവാസനുമൊക്കെ തകർത്തഭിനയിച്ച ചിത്രം. മണിയൻപിള്ള രാജുവായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. എന്നും പ്രസക്തിയുള്ള ഒരു കഥയായിരുന്നു ഈ ചിത്രം പറഞ്ഞിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി എന്ന് മാത്രമല്ല, ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഈ ചിത്രം നേടിയിരുന്നു. ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളും പിന്നീട് കൾട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്തു. 2010 ഈ സിനിമ പ്രിയദർശൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. കാഠാമീട്ട എന്നായിരുന്നു സിനിമയുടെ പേര്. അക്ഷയ് കുമാറും തൃഷയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മോഹൻലാലിന്റെ വേഷം അക്ഷയ് കുമാറും ശോഭനയുടെ വേഷം തൃഷയും ചെയ്തു. മലയാളത്തിൽ പിന്നീട് കൾട്ട് കഥാപാത്രമായി കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച കഥാപാത്രത്തെ ഹിന്ദിയിൽ ജോണി ലിവറാണ് കൈകാര്യം ചെയ്തത്.
എന്നാൽ ഈ സിനിമയ്ക്ക് മലയാളത്തിൽ വെള്ളാനകളുടെ നാട് നേടിയ രീതിയിലുള്ള വലിയൊരു വിജയം നേടാൻ സാധിക്കാതെ വരികയും ബോക്സ് ഓഫീസിൽ ഒരു ബിലോ ആവറേജ് പടമായി മാറുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമ ടിവിയിലൂടെ സംപ്രേഷണം ചെയ്ത് ഇപ്പോൾ ഇതിന് വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. ഈ സിനിമയിലെ പല കഥാപാത്രങ്ങൾ ഹിന്ദിയിലും ഇപ്പോൾ കൾട്ട് സ്റ്റാറ്റസ് നേടിക്കൊണ്ടിരിക്കുകയാണ്. തൃഷ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആദ്യ ഹിന്ദി സിനിമ കൂടിയായിരുന്നു ഇത്. 1995 ഭദ്രന്റെ സംവിധാനത്തിൽ മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ സ്ഫടികം റിലീസാവുന്നത്. മോഹൻലാലിനോടൊപ്പം തിലകനും ഊർവശിയും സ്ഫടികം ജോർജും രാജൻ പീദേവും ഒക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് 75 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടുകയും ബോക്സ് ഓഫീസിൽ നിന്നും 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തിരുന്നു. 2023 റീമാസ്റ്റേർഡ് വേർഷൻ റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത്. 1995 SV കൃഷ്ണറെഡ്ഡി ഈ സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. മോഹൻലാലിന്റെ വേഷം തെലുങ്കിൽ നാഗാർജുനയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. റോജ, ഇന്ദ്രജ തുടങ്ങിയവരും മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തു. എന്നാൽ മലയാളത്തിൽ ആടുതോമ ഉണ്ടാക്കിയ രീതിയിലുള്ള വിജയമൊന്നും തെലുങ്കിൽ നാഗാർജുനക്കുണ്ടാക്കാൻ സാധിച്ചില്ല. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറുകയായിരുന്നു. 2007 നമ്മുടെ സ്ഫടികം തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നത്. ബദ്രിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വേഷം തമിഴിൽ സുന്ദർ സി ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഊർവശിയുടെ വേഷം നമ്മുടെ ഗോപികയും ചെയ്തു. ചാക്കോ മാഷിന്റെ വേഷം പ്രകാശ് രാജ് ആയിരുന്നു അവതരിപ്പിച്ചിരുന്നത്. വിവേകവും സന്താനവും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പക്ഷേ തമിഴിലും പ്രേക്ഷകരിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ തമിഴിലും പരാജയപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2010 സ്ഫടികം കന്നഡയിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ സുദീപ് ആയിരുന്നു അവിടെ അവതരിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ നിന്നും തെലുങ്ക് വഴി തമിഴ് വഴി കന്നഡയിലെത്തിയപ്പോഴേക്കും നമ്മുടെ തോമാച്ചാനെ വേറൊരു രൂപത്തിലാണ് കാണാൻ സാധിച്ചത്. പക്ഷെ കന്നഡയിലും രക്ഷയില്ലായിരുന്നു. സ്ഫടികം ഉണ്ടാക്കിയതുപോലുള്ള വിജയം മറ്റൊരു ഭാഷയിലും നേടാൻ സാധിച്ചില്ല. കന്നഡയിലും ചിത്രം പരാജയപ്പെട്ടു. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു താളവട്ടം. മോഹൻലാലിനെ കൂടാതെ നെടുമുടി വേണു, MG സോമൻ, കാർത്തിക, ലിസി, മുകേഷ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. 100 ദിവസത്തിന് മുകളിൽ ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിലും വമ്പൻ കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. റോബർട്ട് രാജശേഖറിന്റെ സംവിധാനത്തിൽ 1988 ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നത്. മനസ്സുക്കുൾ മത്താപ്പു എന്നായിരുന്നു സിനിമയുടെ പേര്. മോഹൻലാലിന്റെ കഥാപാത്രത്തെ പ്രഭു ആയിരുന്നു തമിഴിൽ അവതരിപ്പിച്ചിരുന്നത്. ശരണ്യ, ലിസി, ശരത് ബാബു തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചു. എന്നാൽ ഈ സിനിമയ്ക്ക് തമിഴിൽ നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത്. സിനിമ ഹിറ്റ് വിജയം നേടിയിരുന്നു. പ്രിയദർശൻ 2005 ഈ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നത്. ക്യൂങ്കി എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ നമ്മുടെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഹിന്ദിയിൽ സൽമാൻ ഖാൻ ആയിരുന്നു ചെയ്തിരുന്നത്. കരീന കപൂർ, ജാക്കി ഷറഫ്, സുനിൽ ഷെട്ടി, റിമി സെൻ, ഓംപുരി തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. പ്രിയദർശനും സൽമാൻ ഖാനും ഒന്നിക്കുന്നെന്നു വലിയ രീതിയിലുള്ള ഹൈപ്പായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. മലയാളത്തിൽ വർക്കൗട്ടായ പല ഇമോഷണൽ രംഗങ്ങളും ഹിന്ദിയിൽ വർക്കൗട്ട് ആകാതെ വരികയും ബോക്സ് ഓഫീസിൽ സിനിമ വലിയ പരാജയമായി മാറുകയും ചെയ്തു. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1988 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ചിത്രം. മോഹൻലാലും രഞ്ജിനിയും ലിസിയും നെടുമുടി വേണുവും തകർത്തഭിനയിച്ച ഈ സിനിമ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകളിൽ ഒന്നും തിയേറ്ററുകളിൽ ഏറ്റവും അധികം കാലം പ്രദർശിപ്പിച്ച സിനിമകളിൽ ഒന്നുമാണ്. അന്നത്തെ കാലത്ത് മലയാളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ കൂടിയായിരുന്നു ഇത്. എന്നാൽ 1995 സന്താന ഭാരതി എന്ന സംവിധായകൻ ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയായിരുന്നു. എങ്കിരിന്തോ വന്താൻ എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വേഷം തമിഴിൽ ചെയ്തിരുന്നത് സത്യരാജ് ആയിരുന്നു. റോജ, അമാനി, വിജയകുമാർ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ മലയാളത്തിലുണ്ടാക്കിയ വിജയത്തിന്റെ പകുതി പോലും ഈ സിനിമയ്ക്ക് തമിഴിലുണ്ടാക്കാൻ സാധിച്ചില്ല. ബോക്സ് ഓഫീസിൽ ഇത് പരാജയമായി മാറുകയായിരുന്നു. 1991 സിബി മലയിലിന്റെ സംവിധാനത്തിൽ ലോഹിതദാസിന്റെ രചനയിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭരതം. മോഹൻലാൽ, നെടുമുടി വേണു, ഊർവശി, ലക്ഷ്മി, മുരളി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ മലയാളത്തിൽ അവതരിപ്പിച്ചിരുന്നത്. മോഹൻലാലിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ഉൾപ്പെടെ 3 നാഷണൽ അവാർഡുകൾ ഈ സിനിമ നേടുകയും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയും 125 ദിവസത്തിന് മുകളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത ചിത്രമായിരുന്നു. എന്നാൽ പി വാസുവിന്റെ സംവിധാനത്തിൽ 2000 തമിഴിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്തിരുന്നത്. സീനു എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ തമിഴിൽ ചെയ്തിരുന്നത് കാർത്തിക് ആയിരുന്നു. നെടുമുടി വേണുവിന്റെ കഥാപാത്രം പി വാസുവും ചെയ്തു. മാളവിക, വിവേക് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ മലയാളത്തിലുണ്ടാക്കിയ വിജയം തമിഴിൽ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആകുകയും ചെയ്തു.
മോഹൻലാൽ അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ മറ്റു താരങ്ങൾക്ക് ആ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതോ അതോ കഥാപരമായ വ്യത്യാസമോ എന്താണ് സിനിമകളെ മറ്റു ഭാഷകളിൽ പരാജയപ്പെടുത്താൻ കാരണം അത് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.